ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്ക നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്ക പല ഘട്ടങ്ങളിൽ അത് വിജയിച്ചിട്ടുമുണ്ട്. എന്നാൽ അമേരിക്കയെ കവച്ചു വെച്ചുകൊണ്ട് ലോകത്തെ ആധിപത്യം പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ചൈന എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ചൈന ഇത് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ അനധികൃത ഫെന്റനൈൽ വ്യാപാരം തടയുന്നതിനും US സോയാബീൻ വാങ്ങലുകൾ പുനരാരംഭിക്കുന്നതിനും അപൂർവ എർത്ത് കയറ്റുമതി നിലനിർത്തുന്നതിനും പകരമായി ചൈനയ്ക്ക് മേലുള്ള തീരുവ കുറയ്ക്കാൻ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ധാരണയിലെത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നുണ്ട്. ഈ അപൂർവ ഭൂമിധാതുക്കൾ എന്തൊക്കെയാണ്, ആഗോള നിയന്ത്രണത്തിൽ അവ എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിച്ചത്, ചൈനയ്ക്കെതിരായ US യു-ടേണിനെ വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ചോദ്യമാണ്. ഒക്ടോബർ 27-ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുമായി ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടാൻ പോവുകയാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു. മുമ്പ് ചൈനയ്ക്കെതിരായി US താരിഫ് യുദ്ധങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ എപ്പോഴും വാർത്തകൾ ഇടം നേടിയതുപോലെ ഇതും ഒരു വലിയ പ്രസ്താവന തന്നെയായിരുന്നു. ആഗോളതലത്തിൽ ചൈന ആധിപത്യം പുലർത്തുന്ന ഒരു ധാതുവായ അപൂർവ ഭൂമി നിക്ഷേപം മൂലം ഈ നേട്ടം കൈവരിക്കാനായത് ചൈനയുടെ ഉൽപ്പാദനത്തിൻ്റെ 70% ചൈനയാണ് നിയന്ത്രിക്കുന്നത്. ആഗോള ശക്തി സന്തുലിതാവസ്ഥയുടെ ആയുധമായി ചൈന അവയെ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് ട്രംപിനെ ഇത് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിച്ചത്. ഈ ധാതുക്കളില്ലാതെ അമേരിക്കയുടെ പ്രതിരോധ ഊർജ്ജ സാങ്കേതിക വ്യവസായങ്ങൾ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഉദാഹരണത്തിന് US F-35 യുദ്ധവിമാനം 418 കിലോഗ്രാം അപൂർവ എർത്ത് വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അതുപോലെ US നാവികസേനയുടെ ഡിസ്ട്രോയർ കപ്പലായ ആർലി ബർജ് DDG-51 ഡിസ്ട്രോയർ 2600 കിലോഗ്രാം അപൂർവ എർത്ത് ഘടകങ്ങൾ ഉപയോഗിക്കുന്നു. US പ്രതിരോധ മേഖലയിലെ സ്ഥിതി ഇതാണ്. മറ്റു വ്യവസായങ്ങളും അവയില്ലാതെ പ്രവർത്തിക്കാൻ പാടുപെടുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ മുതൽ സ്മാർട്ട് ഫോൺ വരെ അവയില്ലാതെ നിർമ്മിക്കുന്നത് അസാധ്യമാണ്. അപൂർവ എർത്ത് വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഏതൊരു കമ്പനിയോ രാജ്യമോ തങ്ങളുടെ അനുമതി നേടണമെന്നാണ് ചൈന പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഇതിലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പെട്ടുപോയത്. അമേരിക്കയ്ക്ക് ഇത് കൂടിയേ തീരൂ. കാരണം അമേരിക്ക ഇപ്പോൾ നിൽക്കുന്നത് തന്നെ വലിയ രീതിയിൽ ഈ എർത്ത് മെറ്റൽസിൻ്റെ ഇറക്കുമതിയിൽ കേന്ദ്രീകരിച്ചാണ്. അതിൻ്റെ കാരണം അമേരിക്ക ഒരു പ്രതിരോധ ആയുധങ്ങളുടെ കയറ്റുമതി ഒരുപാട് ചെയ്യുന്ന രാജ്യമാണ്. അതാണ് അമേരിക്കയുടെ നട്ടൽ എന്ന് പറയുന്നത്. ഇത് വെച്ചാണ് ചൈന അമേരിക്കയെ കുടുക്കിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.